ഹായ് ഹലോ, ഞാൻ സീനേനെ. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല മഴ. ഞാൻ എന്തായാലും ബ്രോഡ്വേയിൽ പോകണം. നമ്മൾ ക്രിസ്മസിന് എന്തായാലും പോകേണ്ട ഒരു സ്പോട്ടാണല്ലോ ബ്രോഡ്വേ. അപ്പോൾ അവിടെ പോകണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോൾ നല്ല മഴ. അപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണമായിരുന്നു. പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിൻ കെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എൻ്റെ സ്കിന്ന് ഭയങ്കര ടാൻ അടിച്ചിരിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടക്കണതിൻ്റെ ആ ഒരു ഇതിൽ ടാൻ അടിച്ച് നല്ല വേക്കറ കോലത്തിലിരിക്കണേ. അപ്പം ഞാൻ കോഫി പൗഡറും പിന്നെ അരിപ്പൊടിയും പിന്നെ ഓറഞ്ചിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ടിട്ട് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് അത് ഫേസിൽ അപ്ലൈ ചെയ്യണേണ്. അപ്പോൾ കോഫി പൗഡർ നമ്മളെന്തായാലും ഫേസ് പാക്കായിട്ട് ഇടുമ്പോഴത്തേക്കും സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓറഞ്ചിൻ്റെതും പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടിയും. നിങ്ങൾ ഡെയിലി അരിപ്പൊടി ഒന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും അരിപ്പൊടി ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പയ്യെ സ്ക്രബ് ചെയ്ത് നനച്ച് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ഒരു ഒരു വ്യത്യാസം കാണാൻ പറ്റും. ടാൻ റിമൂവ് ആവണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡെയിലി ബേസിസിൽ ചെയ്ത് നോക്കുക. ഡെയിലി ബേസിൽ നമ്മൾ പാക്ക് ഇടുന്നത് നല്ലതല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യണ്ട. അല്ലാതെ നല്ല സ്കിന്നിനൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണേണ്ടി ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കോഫി പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും അത് ചെയ്ത് നോക്കണുണ്ട്. ഡെയിലി ബേസിസിൽ എന്തായാലും എനിക്ക് പറ്റണില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട. അപ്പോൾ ഒരു എനിക്ക് ഫേസിൽ ചെറുതായിട്ടൊന്ന് ഡിഫറൻസ് ഫീൽ ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ചേമ്പ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേമ്പും മീൻകറിയും പിന്നെ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചു. പിന്നെ അതേപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി വൈകുന്നേരമായി ഞാനും അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങി കേട്ടോ. ഞാൻ ഈ ഒരു ഷർട്ടാണ്, വൈറ്റ് ഷർട്ടും പിന്നെ ഒരു ജീൻസും ക്രോക്സൊക്കെ ഇട്ട് ഞാനും അമ്മയും അപ്പനും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകണേ. ഞങ്ങളിങ്ങനെ പോയിട്ട് ഒരുപാട് നാളായിട്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ മാസങ്ങൾ ഒരുപാടായി. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി ബ്രോഡ്വേയിലൊരു 35 രൂപയ്ക്ക് ഷെയ്ക്ക് കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഷെയ്ക്ക് കുടിച്ചു. പിന്നെ അപ്പക്ക് ഷർട്ടൊക്കെ എടുത്തിട്ട് ഇത് 200 രൂപ കേട്ടോ ആ ഷർട്ടിന്. പക്ഷേ ബട്ടൺസ് അതൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ എടുക്കുക. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളിത് പോയേക്കുന്നത് ഇട ദിവസമാണ്. ശനി ഞായറൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇട ദിവസമാണ് പോയത്. എന്നിരുന്നാൽ പോലും ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കണ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കണം. വീക്കെൻഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇട ദിവസങ്ങളിൽ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ലാത്ത കളക്ഷനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഭയങ്കര ക്രിയേറ്റീവായിട്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. നമ്മളങ്ങനെ കണ്ടിട്ടുള്ള സാധാരണ കാണുന്ന പോലത്തെ സാൻഡയാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഷോപ്പിംഗ് ഏരിയയിലോട്ടൊക്കെ വന്നത് ഈ ക്രിസ്മസ് സാൻഡക്ക് 150 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇഷ്ടംപോലെ സ്റ്റാർസും ഒക്കെ കണ്ടു. നമ്മളധികം ഒരു സ്റ്റാർ എടുത്തു. പിന്നെ കുറച്ചും കൂടി മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ അധികം തിരക്ക് കണ്ടില്ല. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ടോ, നല്ലപോലെ ഷോപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നേ കേട്ടോ. വീട്ടിലോട്ട് തിരിച്ചു വന്ന് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പോയി ഫ്രഷായി ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ചൂട് കഞ്ഞിയും പിന്നെ പയറൊക്കെ ഉണ്ട് കഴിച്ചത്. കുറച്ചൊന്ന് രാത്രിയാകുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ്. അങ്ങനെ കഴിച്ചു. പിന്നെ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്